ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഫോർമുല നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെക്കണം. അതായത് ഒരു ഹയർ ലെവലിൽ നിന്ന് അല്ലെങ്കിൽ ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തിരിച്ചെത്തുമ്പോൾ ആ സ്പെക്ട്രത്തിൽ എത്ര എമിഷൻ ലൈൻസ് അല്ലെങ്കിൽ സ്പെക്ട്രൽ ലൈൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആ ഇലക്ട്രോണിന് സാധിക്കും. How many emission lines will be produced when an electron from an excited state returns to the ground state? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫോർത്ത് ലെവൽ എന്ന് പറയുമ്പോൾ N2 equal to 4 ആണ്. അവിടെ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ N1 equal to 1. ഫോർത്ത് ലെവലിൽ നിന്ന് ഫസ്റ്റ് ലെവലിലേക്ക് തിരിച്ചെത്തുന്നു. അപ്പൊ ആ ഇലക്ട്രോണിന് എത്ര എമിഷൻ ലൈൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? ആ ഇലക്ട്രോൺ ഫോർത്തിൽ നിന്ന് ഒറ്റയടിക്ക് 1ലേക്ക് എത്താം, അല്ലെങ്കിൽ 4ൽ നിന്ന് 3ലേക്ക് പോയി 3ൽ നിന്ന് 2ലേക്ക് വന്ന് 2ൽ നിന്ന് 1ലേക്ക് വരാം. അങ്ങനെ ഒറ്റ ജമ്പിലോ 1 or more ജംപ്സിൽ ആ ഇലക്ട്രോൺ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് എത്തും. അപ്പൊ ടോട്ടൽ എത്ര ലൈൻസ് ആയിരിക്കും ആ ഇലക്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യുക? അതിനുള്ള ഫോർമുല ഇതാണ്: n into n-1 divided by 2. ഇപ്പൊ ഫോർത്ത് ലെവലിൽ നിന്ന് തിരിച്ചു വരുന്നെങ്കിൽ n-ന് 4 കൊടുക്കാം. 4 into 4 - 1 by 2. അതല്ല ഒരു 6th ലെവലിൽ നിന്നാണ് തിരിച്ചു വരുന്നെങ്കിൽ n-ന് 6 കൊടുക്കാം. 6 into 6 - 1 by 2. അപ്പൊ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ആ ഫോർമുലയും കൂടി ബൈഹാർട്ട് ചെയ്ത് വെക്കാം. ഇനി ഹൈഡ്രജൻ സ്പെക്ട്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ വരുന്നത് ബോർ മോഡലാണ്. വാട്ട് ആർ ദ മെയിൻ പോസ്റ്റുലേറ്റ്സ് ഓഫ് ബോർസ് മോഡൽ? അപ്പൊ പെട്ടെന്ന് ഓർത്തു വെക്കാനായിട്ട് ബോർ മോഡലിൽ ഓർബിറ്റ് എന്ന കൺസെപ്റ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ഇലക്ട്രോൺസിന് റിവോൾവ് ചെയ്യാനായിട്ട് ഫിക്സഡ് എനർജി ഉള്ള പാത്തുകളുണ്ട് എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബോർ മോഡലിലാണ്. അപ്പൊ റൂദർഫോർഡിന്റെ മോഡലിൽ ന്യൂക്ലിയസിനെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ കൂടുതൽ മെൻഷൻ ചെയ്തിരിക്കുന്നെങ്കിൽ ഇവിടെ അത് ഓർബിറ്റിനാണ് ഇമ്പോർട്ടൻസ്. അപ്പൊ അത് മനസ്സിൽ വെച്ചാൽ നിങ്ങൾക്ക് ഇത് പോയിന്റ്സ് ഓർത്തെടുക്കാൻ എളുപ്പമായിരിക്കും. സോ ഫസ്റ്റ് പോയിന്റ്, ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് around the nucleus through selected circular path having fixed energy called orbits. They are numbered as, they are named as 1, 2, 3, etc. or KLMN, etc. Second point, as long as an electron remains in the same orbit, it does not lose or gain energy. തേർഡ് പോയിന്റ്. അപ്പൊ സെക്കൻഡ് പോയിന്റിൽ നമ്മൾ പറഞ്ഞത് ഒരു ഇലക്ട്രോൺ ഒരേ ഓർബിറ്റിലൂടെ തന്നെ മൂവ് ചെയ്തുകൊണ്ടിരുന്നാൽ അത് എനർജി ലോസ് ചെയ്യോ ഗെയിൻ ചെയ്യോ ഒന്നും ചെയ്യുന്നില്ല, എനർജി ചേഞ്ച് ചെയ്യില്ല. അത് ആ ഫിക്സഡ് ഓർബിറ്റിലൂടെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇനി എപ്പോഴാണ് അപ്പൊ എനർജി ചേഞ്ച് വരുന്നത്? അത് ഈ സെക്കൻഡ് പോയിന്റ് കഴിഞ്ഞ് അതിനോട് ചേർത്ത് പറയാൻ എളുപ്പമായിരിക്കും. അപ്പൊ തേർഡ് പോയിന്റ് ആയിട്ട് നമുക്ക് അത് പറയാം. When an electron move from a lower level to a higher level, it will absorb energy. And when it come back from a higher level to a lower level, it will emit energy. വേണമെങ്കിൽ ഇക്വേഷൻ കൂടി അതിന്റെ കൂടെ കൊടുക്കാം. ഡെൽറ്റ ഇ is equal to E2 minus E1. That is equal to H nu. അത്രയും എനർജി ആയിരിക്കും അത് റിലീസ് ചെയ്യുന്നവിടെ. ഇനി ഫോർത്ത് പോയിന്റ്, ഒരു ആറ്റത്തില് എവിടെയൊക്കെയാണ് അപ്പൊ ഓർബിറ്റുകൾ, ഫിക്സഡ് എനർജി ഉള്ള ഈ ഓർബിറ്റുകൾ ഏതൊക്കെ ആകാം, ഏതൊക്കെ ഓർബിറ്റുകൾ ഉണ്ടാകാം? അതിനുള്ള ഒരു കണ്ടീഷനാണ് നമ്മൾ പറയുന്നത്. ദ ആംഗുലർ മൊമെന്റം ഓഫ് ആൻ ഇലക്ട്രോൺ മൂവിംഗ് ഇൻ എ പർട്ടിക്കുലർ ഓർബിറ്റ് ഷുഡ് ബി എ ഹോൾ നമ്പർ മൾട്ടിപ്പിൾ ഓഫ് h/2π. That is mvr is equal to nh/2π. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റേഡിയസ് എത്രയാണോ അവിടെയാണ് ഓർബിറ്റുകൾ ഉണ്ടായിരിക്കുക. സോ ഈ 4 ഇമ്പോർട്ടന്റ് പോസ്റ്റുലേറ്റ്സ് പഠിച്ചു വെക്കുക ബോർ മോഡലിന് വേണ്ടിയിട്ട്. ഇനി വാട്ട് ആർ ദ മെറിറ്റ്സ് ഓഫ് ബോർ മോഡൽ? അപ്പൊ ചിലപ്പോ ഇമ്പോർട്ടന്റ് പോസ്റ്റുലേറ്റ്സ് എഴുതാനായിരിക്കും, അതല്ലെങ്കിൽ മെറിറ്റ്സ് ആയിരിക്കും ചോദിക്കണം. അപ്പോൾ അത് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വേണം ആൻസർ കൊടുക്കാനായിട്ട്. മെറിറ്റ്സ് ചോദിച്ചാൽ നിങ്ങൾ ഈ പോസ്റ്റുലേറ്റ്സ് അല്ല എഴുതേണ്ടത്. ബോർ മോഡൽ ഉപയോഗിച്ച് ഹൈഡ്രജൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചു, അതാണ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് മെറിറ്റ്. അപ്പൊ മെറിറ്റ് ചോദിക്കുമ്പോൾ പോസ്റ്റുലേറ്റ് അല്ല എഴുതേണ്ടത്, ശ്രദ്ധിച്ചോളാം. സോ വാട്ട് ആർ ദ മെറിറ്റ്സ്? റുദർഫോർഡിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാതെ പോയത് അല്ലെങ്കിൽ റുദർഫോർഡിന്റെ ഡ്രോബാക്സ്
അതിൽ നിന്നാണ് ഇവിടുത്തെ മെറിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് മെറിറ്റ്, ബോർസ് മോഡൽ കുഡ് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ആവശ്യമായിട്ടൊരു ക്വസ്റ്റ്യനിൽ വന്നാൽ മാത്രം എക്സ്പ്ലനേഷൻ കൊടുക്കുക. എങ്ങനെ? ആ സെക്കൻഡ് പോയിന്റ് എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ആസ് ലോങ് ആസ് എൻ ഇലക്ട്രോൺ റിമെയിൻസ് ഇൻ ദ സെയിം ഓർബിറ്റ് ഇറ്റ് ഡസ് നോട്ട് ലോസ് ഓർ ഗെയിൻ എനർജി. അതങ്ങ് എഴുതി വെച്ചാൽ അവിടെ എക്സ്പ്ലനേഷൻ ആയി. ഇനി സെക്കൻഡ് പോയിന്റ്, ബോർസ് മോഡൽ കുഡ് എക്സ്പ്ലെയിൻ ഹൈഡ്രജൻ സ്പെക്ട്രം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ബോർ മോഡൽ ഉപയോഗിച്ച് ഹൈഡ്രജൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കണം. ചിലപ്പോ അത് മാത്രമായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. How can you explain hydrogen spectrum with the help of Bohr's model? അപ്പൊ എങ്ങനെ ആൻസർ കൊടുക്കും? When energy is supplied to hydrogen gas, the electrons present in different hydrogen atoms absorb different amount of energy and excited to different higher energy levels. When they come back to lower energy level or to the ground state in one or more jumps, they emit energy in the form of photon of radiations having definite frequency. അല്ലെങ്കിൽ in the form of radiations എന്ന് മാത്രം പറഞ്ഞാലും മതി. ഇതാണ് ഹൈഡ്രജൻ സ്പെക്ട്രത്തിന് ബോർ മോഡൽ ഉപയോഗിച്ച് കൊടുക്കാവുന്ന എക്സ്പ്ലനേഷൻ. ഇനി വേണമെങ്കിൽ ഇനിയും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് എഴുതാം, വെൻ an electron from any higher level jump back or come back to the ground state, the spectral lines produced are called Lyman series. When they come back to second energy level, അല്ലെങ്കിൽ n equal to 2, the lines produced is Balmer series. When the electrons come back to n equal to 3 level, it is called Paschen series. n equal to 4th level, it is bracket. n equal to 5, it is Fund series. അപ്പോൾ ആ രീതിയിൽ 5 സീരീസിന്റെ പേരുകൾ കൊടുക്കാം. ഇനി മൂന്നാമത്തെ മെറിറ്റ് എന്ന് പറയുന്നത്, ബോർസ് മോഡൽ ഹെൽപ്ഡ് ടു കാൽക്കുലേറ്റ് ദ എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ എ പർട്ടിക്കുലർ ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റം എന്ന് എടുത്തു പറയണേ, ഹൈഡ്രജൻ ആറ്റത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് ബോർ മോഡലില് സക്സസ്ഫുൾ ആയത്. ബോർസ് മോഡൽ ഹെൽപ്ഡ് ടു കാൽക്കുലേറ്റ് ദ എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ എ പർട്ടിക്കുലർ ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. ദെൻ നമുക്ക് അതിനുള്ള ഇക്വേഷൻ കൂടി കൊടുക്കാം. E is equal to negative 2.18 into 10 raised to minus 18 divided by n square, അത്രയും ജൂൾ പെർ ആറ്റം. അപ്പോ ഏത് ഓർബിറ്റിലെ ഇലക്ട്രോണിന്റെ എനർജി ആണോ ആ ഓർബിറ്റിന്റെ നമ്പർ എന്നിന് കൊടുക്കുക. ഗ്രൗണ്ട് സ്റ്റേറ്റിലിരിക്കുന്ന ഇലക്ട്രോൺ എന്ന് വെച്ചാൽ n equal to 1. സെക്കൻഡ് എനർജി ലെവലിൽ ഇരിക്കുന്ന ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ n equal to 2. ആ രീതിയിൽ ചെയ്യാം. ഇനി അടുത്ത മെറിറ്റ് എന്ന് പറയുന്നത്, ബോർസ് മോഡൽ ഹെൽപ്ഡ് ടു കാൽക്കുലേറ്റ് ദ റേഡിയസ് ഓഫ് each orbit of hydrogen atom. Radius r is equal to 52.9 into n square picometer. ഇവിടെ ഏത് ഓർബിറ്റിന്റെ റേഡിയസ് ആണോ അതിന്റെ നമ്പർ ആണ് എന്നിന് കൊടുക്കേണ്ടത്. അപ്പൊ ഫസ്റ്റ് ഓർബിറ്റിന്റെ റേഡിയസ് എത്രയാണെന്ന് ചോദിച്ചാൽ 52.9 പൈക്കോമീറ്റർ എന്ന് തന്നെ കിട്ടും. ഇനി ഒരു മെറിറ്റ് കൂടെ നമുക്ക് അതിന്റെ കൂടെ ചേർക്കാം. Bohr's model can also be applicable to ions like He+, Li2+, etc. Or അല്ലെങ്കിൽ ഒന്നുകൂടെ നമുക്ക് അതിനെ ചുരുക്കി പറയാം, Bohr's model is also applicable to hydrogen like systems. അങ്ങനെ പറഞ്ഞാൽ മതി. ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റംസ് എന്ന് വെച്ചാൽ 1 ഇലക്ട്രോൺ ഉള്ള സ്പീഷീസ്. ഹൈഡ്രജൻ അല്ലാതെ പിന്നെ 1 ഇലക്ട്രോൺ വരുന്നത് ഇതുപോലുള്ള അയോൺസിന് മാത്രമല്ലേ. ഇലക്ട്രോൺ ലോസ് ചെയ്ത് 1ലേക്ക് എത്താം. അപ്പൊ അവിടെ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഇക്വേഷൻസിൽ ചെറിയൊരു ചേഞ്ച് വരുത്തണം. എനർജി കാണാനുള്ള ഫോർമുല E is equal to negative 2.18 into 10 raised to minus 8 into Z square, അതുകൂടെ ചേർക്കും, ഡിവൈഡഡ് ബൈ n square.
Z is the atomic number of the element. ഹീലിയം ആണെങ്കിൽ 2 കൊടുക്കും, ലിഥിയം ആണെങ്കിൽ 3 കൊടുക്കും. അപ്പൊ Z² എന്നൊരു ടേമും കൂടെ അവിടെ ആഡ് ചെയ്യുന്നു. റേഡിയസിന് അതുപോലെ തന്നെ 52.9 into n² divided by Z. Z is the atomic number. ഇത്രയാണ് ബോർ മോഡലിന്റെ മെറിറ്റ്. ഇനി ഡിമെറിറ്റ്സ് അല്ലെങ്കിൽ ഡ്രോബാക്സ് ഓഫ് ബോർ മോഡൽ പഠിക്കണം. ഹൈഡ്രജൻ സ്പെക്ട്രത്തിന് മാത്രമേ ഇത് ആപ്ലിക്കബിൾ ആകുന്നുള്ളൂ. ഒന്നിൽ കൂടുതൽ ഇലക്ട്രോൺസ് വരുമ്പോൾ ഇതൊരു ഫെയിലിയർ ആയിരുന്നു. സോ നമ്പർ 1, ബോസ് മോഡൽ കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ സ്പെക്ട്ര ഓഫ് മൾട്ടി ഇലക്ട്രോൺ ആറ്റംസ്. Then second one, Bose model could not explain Zeeman effect and Stark effect. അപ്പൊ ഇത് എഴുതുമ്പോൾ ഇതോടൊപ്പം നിങ്ങൾ സീമൻ എഫക്റ്റും സ്റ്റാർക്ക് എഫക്റ്റും എന്താണെന്നുള്ള ഡെഫിനിഷൻ പഠിച്ചിരിക്കണം. വാട്ട് ഈസ് സീമൻ എഫക്റ്റ്? ദ ഫിനോമിനൻ ഓഫ് സ്പ്ലിറ്റിംഗ് ഓഫ് ഈച്ച് സ്പെക്ട്രൽ ലൈൻ ഇൻ ടു എ നമ്പർ ഓഫ് ലൈൻസ് ഇൻ പ്രസൻസ് ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് നോൺ ആസ് സീമൻ എഫക്റ്റ്. Then what is Stark effect? The splitting of each spectral line into a number of lines in presence of an electric field is called Stark effect. ഡിമെറിറ്റ് ചോദിക്കുമ്പോൾ ഇത് എഴുതേണ്ട ആവശ്യമില്ല, അവിടെ പേര് മാത്രം കൊടുത്താൽ മതി. ചിലപ്പോൾ ഡെഫിനിഷൻ വേറെ നിങ്ങൾക്ക് ചോദിക്കാം, അതുകൊണ്ട് ഡെഫിനിഷൻ പഠിച്ചു വെക്കാം. ദെൻ അടുത്ത ഡിമെറിറ്റ് എന്ന് പറയുന്നത് ബോസ് മോഡൽ കുഡ് നോട്ട് എക്സ്പ്ലെയിൻ Heisenberg's uncertainty principle, de Broglie's dual character of matter, etc. Then at the point, Bose model could not explain the ability of atoms to form molecules by chemical bonds. So, chemical bond formation കുറിച്ചൊന്നും ബോർ മോഡൽ എക്സ്പ്ലനേഷൻ ഇല്ല. ഓക്കെ, അത്രയാണ് ബോർ മോഡലിനെ കുറിച്ച്. ഇനി നമ്മൾ മോഡേൺ തിയറികളിലേക്ക് വരികയാണ്. അവിടെ 2 തിയറീസ്, ഒന്ന് ഡി ബ്രോഗ്ലീസ് ഡ്യുവൽ ക്യാരക്ടർ അല്ലെങ്കിൽ ഡ്യുവൽ കൺസെപ്റ്റ് ഓഫ് മാറ്റർ. എങ്ങനെ ഡി ബ്രോഗ്ലീസ് ഡ്യുവൽ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യും? അക്കോർഡിംഗ് ടു ഡി ബ്രോഗ്ലീസ് ഡ്യുവൽ കൺസെപ്റ്റ്, all moving particles possess 2 characteristics, that is wave characteristics and particle properties. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് എന്താ പറയാ, വേറെ രീതിയിൽ പറയണമെങ്കിൽ എവറി മൂവിംഗ് പാർട്ടിക്കിൾ പോസസ് 2 characteristics, വേവ് നേച്ചർ ആൻഡ് പാർട്ടിക്കിൾ നേച്ചർ. അങ്ങനെ പറഞ്ഞാൽ മതി, കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട്. എന്നിട്ട് അതിന്റെ ഫോർമുലയും കൂടി എഴുതി കാണിക്കാം. ലാംഡ ഈക്വൽ ടു എന്താ h by p or lambda equal to h by mv. 2 ഫോർമുലയും പഠിച്ചു വെക്കണേ. എന്നിട്ട് ഓരോന്നും എന്താണെന്ന് പറഞ്ഞു. ലാംഡ is the wavelength of ഏത് വേവാ? ഇവിടുത്തെ വേവിന് മാറ്റർ വേവ് എന്നാ പറയാം. wavelength of the matter wave, h Planck's constant, p momentum. Momentum is equal to mass into velocity. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറ്, ഓർഡിനറി ഒബ്ജക്റ്റിന്റെ കാര്യത്തിൽ this is insignificant. Why? എന്താ ആൻസർ കൊടുക്കും? For ordinary objects it has very large mass. As the value of m increases, lambda decreases. So, as mass increases, the wavelength becomes very, very small and insignificant. Problem ചോദിച്ചേക്കാം, ഫോർമുല പഠിച്ചു വെക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മൾ ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഒന്നുകൂടി എടുത്ത് ചെയ്ത് പഠിക്കുക. അടുത്ത തിയറി ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആണ്. എന്താണ് പ്രിൻസിപ്പിൾ പറയാ? 2 കാര്യത്തിലുള്ള അൺസർട്ടനിറ്റി ആണ്. ഏതൊക്കെയാണ് 2? ഒരു മൂവിംഗ് പാർട്ടിക്കിളിന്റെ പൊസിഷനും വെലോസിറ്റി ഓർ മൊമെന്റം, ഇത് രണ്ടും സൈമൾട്ടേനിയസ് ആയിട്ടും ആക്യുറേറ്റ് ആയിട്ടും എന്നുവെച്ചാൽ ഒരുമിച്ച് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. ഈ 2 പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ അപ്പോ ഒരു അൺസർട്ടനിറ്റി വരുന്നു. ഇതാണ് ഹെയ്സൻബർഗിന്റെ പ്രിൻസിപ്പിൾ. എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഇംപോസിബിൾ to determine simultaneously and accurately both the position and velocity or momentum of a moving microscopic particle like electron.
Then mathematically എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ എച്ച് ബൈ 4π. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഗ്രേറ്റർ ദാൻ സിമ്പിൾ തിരിഞ്ഞു പോകാറുണ്ട്, കുട്ടികളുടെ മാർക്ക് നഷ്ടപ്പെടാറുണ്ട്. അപ്പൊ ഇത് ഗ്രേറ്റർ ദാൻ തന്നെയാണ് എന്നുള്ളത് ഓർത്ത് വെച്ചോളാം. ഇനി മൊമെന്റം ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. ഇതിൽ മാസ് ഒരു കോൺസ്റ്റന്റ് വാല്യൂ അല്ലെ, അതിന് മാറ്റമൊന്നുമില്ല, ഫിക്സ്ഡ് ആണ്, നമുക്കറിയാം. അപ്പൊ വെലോസിറ്റിയുടെ കാര്യത്തിൽ മാത്രമേ അൺസർട്ടനിറ്റി വരുന്നുള്ളൂ. സോ ഡെൽറ്റ എക്സ് ഇൻറ്റു എം ഇൻറ്റു ഡെൽറ്റ ബി ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ എച്ച് ബൈ 4π. നിർബന്ധമായിട്ടും ഓരോ ടേംസ് എഴുതണം. ഡെൽറ്റ എക്സ് ഇവിടെ ഡെൽറ്റ ചേഞ്ചിനല്ല ഉപയോഗിക്കണേ, അൺസർട്ടനിറ്റിക്കാണ്. ഡെൽറ്റ എക്സ് അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ, എം മാസ്, ഡെൽറ്റ വി അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി, അല്ലെങ്കിൽ ഡെൽറ്റ പി അൺസർട്ടനിറ്റി ഇൻ മൊമെന്റം, എച്ച് ഇസ് ദി പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. ഇനി ഈ ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? അങ്ങനെ ഒരു വർഷം ചോദിച്ചു കേട്ടിട്ടുണ്ട്. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ? എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്? അതായത് ഈ പ്രിൻസിപ്പിൾ വന്നതോടു കൂടിയാണ് ഇലക്ട്രോൺസിന് മൂവ് ചെയ്യാനായിട്ട് ഒരു ഫിക്സഡ് പാത്ത്, ഡെഫിനിറ്റ് പാത്ത്, നമ്മൾ ഓർബിറ്റ് എന്ന് വിളിച്ചു അല്ലെ ബോർ മോഡലില്. ഈ ഓർബിറ്റ് എന്ന ഒരു ഡെഫിനിറ്റ് പാത്ത്, സർക്കുലാർ പാത്ത് എന്നൊരു കൺസെപ്റ്റ് തെറ്റാണെന്നും അതിന് പകരം പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ എന്ന പുതിയ ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതും ഈ പ്രിൻസിപ്പിൾ വന്നതോടു കൂടിയാണ്. അതാണ് അതിന്റെ സിഗ്നിഫിക്കൻസ്. അപ്പൊ എങ്ങനെ എഴുതാം? ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ rules out the existence of definite path, that is orbit, around the nucleus. Then this concept introduce the concept of probability of finding an electron around the nucleus. പിന്നെ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നുകിൽ ഏതെങ്കിലും ഒരെണ്ണം കാൽക്കുലേറ്റ് ചെയ്യണം, ബാക്കി എച്ചിന്റെ വാല്യൂ നമുക്ക് അറിയാലോ. അപ്പോൾ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ തന്നാൽ മൊമെന്റത്തിന്റെയോ വെലോസിറ്റിന്റെയോ അൺസർട്ടനിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. തിരിച്ച് അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി തന്നാൽ പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഇലക്ട്രോൺ ആണെങ്കിൽ മാസ് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നാണ്, തരണം എന്നില്ല. അതല്ല മറ്റെന്തെങ്കിലും ഒബ്ജക്റ്റ് ആണെങ്കിൽ അവിടെ മാസ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇതാണ് ഈ രണ്ട് പ്രിൻസിപ്പിളിനെ കുറിച്ച്. ഇനി നമ്മൾ പോകുന്നത് ഓർബിറ്റൽ അല്ലെ, ഇലക്ട്രോണിനെ കാണാൻ പ്രോബബിലിറ്റി കൂടുതലുള്ള ആ 3 ഡയമെൻഷണൽ സ്പേസിലുള്ള റീജിയൻസിനെയാണ് ഓർബിറ്റൽ എന്ന് പറയുന്നത്. ഒരു ഓർബിറ്റൽസിനെ ഡെസിഗ്നേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ക്വാണ്ടം നമ്പേഴ്സ് യൂസ് ചെയ്യുന്നു. സോ വാട്ട് ആർ ക്വാണ്ടം നമ്പേഴ്സ്? എക്സ്പ്ലെയിൻ ദ 4 ടൈപ്സ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ്. ക്വാണ്ടം നമ്പേഴ്സ് ആർ എ സെറ്റ് ഓഫ് നമ്പേഴ്സ് യൂസ്ഡ് ടു ഡെസിഗ്നേറ്റ് എന്തൊക്കെ കാര്യങ്ങളാ? ദ സൈസ്, എനർജി, ഷേപ്പ് and orientation of orbitals and spin motion of electrons. ഇനി ഓരോന്നായിട്ട് എടുക്കാം. നമ്പർ 1, ഒരു 2-3 പോയിന്റ് ഓരോ ക്വാണ്ടം നമ്പറിനെ കുറിച്ചും എഴുതാൻ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. നമ്പർ 1, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ എൻ. എന്തൊക്കെ ഇൻഫർമേഷൻ ആണ് അവിടുന്ന് കിട്ടുന്നത്? ഇറ്റ് ഗീവ്സ് ആൻ ഇൻഫർമേഷൻ അബൌട്ട് ദ സൈസ് ആൻഡ് എനർജി of a shell അല്ലെങ്കിൽ of an orbit. Size and energy of an energy level in an atom. It also represents the main shell or main energy level. It can have values 1, 2, 3, 4, etc. or K, L, M, N, etc. ന്യൂക്ലിയസിൽ നിന്നും ഈ എന്നിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതോറും, അതായത് ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നു. ഡിസ്റ്റൻസ് ഓഫ് ദ ഇലക്ട്രോൺ ഫ്രം ദ ന്യൂക്ലിയസ് ഇൻക്രീസസ് ആസ് ദ വാല്യൂ ഓഫ് എൻ ഇൻക്രീസസ്. സെക്കൻഡ് വൺ, azimuthal quantum number or subsidiary quantum number or angular momentum quantum number represented by the letter N. It gives the shape of an orbital. That is, it represents the subshell present
in each main shell. ഈ ആംഗുലാർ മൊമെന്റം കോണ്ടന്റ് നമ്പർ എന്നൊരു പേര് വരാനുള്ള കാരണം, using this value we can also calculate the angular momentum of an electron in a particular orbit. നിർബന്ധമില്ല പോയിട്ട് പറയണമെന്ന്, പക്ഷെ അങ്ങനെയാണ് ആ പേര് വന്നത്. ഇനി എല്ലിന്റെ വാല്യൂസിനെ കുറിച്ച് പറഞ്ഞാൽ മതി. L can have values 0 to n-1. അപ്പൊ ഓരോ പർട്ടിക്കുലർ n വാല്യൂവിനും 0 തുടങ്ങി ആ n-1 വരെയുള്ള വാല്യൂസ് ആണ് വരുന്നത്. അപ്പൊ എങ്ങനെയാണ് സബ് ഷെല്ലിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടുന്നത്? L equal to 0 ആണെങ്കിൽ ഇറ്റ് റെപ്രസെന്റ്സ് S സബ് ഷെൽ. L equal to 1 ആണെങ്കിൽ P സബ് ഷെൽ. L equal to 2 ആണെങ്കിൽ D. L equal to 3 ആണെങ്കിൽ F. ഇത്രയും എഴുതി കൊടുത്താൽ സെക്കൻഡ് ക്വാണ്ടം നമ്പർ ആയി. Third one, magnetic quantum number represented by the letter M or ML. This quantum number represents the orientation of orbitals. It can have values m equal to minus L to 0 to plus L. For each L value, there will be total 2 into L plus 1 M values. Then ഇതേപോലെ ഓരോ M വാല്യൂ കൂടി ഒന്ന് എഴുതി കാണിക്കാം. L equal to 0, if L equal to 0, M also 0. That is, there is only one S orbital. ഒരേ ഒരു നമ്പർ ഉള്ളൂ, അതുകൊണ്ട് only one S orbital. When L equal to 1, M equal to minus 1, 0, plus 1. That is 3 P orbitals. PS, PY, PZ നമ്മൾ പേര് കൊടുക്കുന്നു. L equal to 2 ആണെങ്കിൽ D സബ് ഷെല്ലാണ്. അപ്പൊ അത് എത്ര ടൈപ്പ് ഓർബിറ്റൽസ് വരും എന്നറിയാം. -2, -1, 0, +1, +2. 5 വാല്യൂസ് ഉണ്ടെങ്കിൽ there are 5 types D orbitals. L equal to 3 ആണെങ്കിൽ M equal to -3 തുടങ്ങി +3 വരെ 7 orbitals are there. അപ്പൊ 7 type F orbitals are there. ഇതാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ഇനി ഫോർത്ത് വൺ, സ്പിൻ ക്വാണ്ടം നമ്പർ represented by the letter ഒന്നുകിൽ S എന്ന് എഴുതാം or MS എന്ന് പറയാം.